ഹായ് ഓൾ, ക്ലാസ് 8-ലെ പുതിയ NCERT ബുക്ക് ആണെങ്കിലും പഴയ NCERT ബുക്ക് ആണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഫോഴ്സ്. പഴയ NCERT ബുക്ക് അനുസരിച്ച് ചാപ്റ്ററിന്റെ പേര് ഫോഴ്സ് എന്നാണെങ്കിൽ പുതിയ ബുക്ക് അനുസരിച്ച് എക്സ്പ്ലോറിംഗ് ഫോഴ്സ് എന്നായിട്ടുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള MCQs. അതിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ഫോഴ്സ് എന്ന കാര്യം മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ. ഒരു ഒബ്ജക്റ്റിന് മുകളിലുള്ള പുഷിനെയോ പുള്ളിനെയോ ആണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും, ഫോഴ്സിന് ഡയറക്ഷൻ മാറ്റാൻ സാധിക്കും, അതുപോലെ തന്നെ ഫോഴ്സിന് ഷേപ്പ് മാറ്റാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഫോഴ്സിനെ കുറിച്ച് ബേസിക് ആയി പഠിച്ച കാര്യം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ ഫോഴ്സ്? ഫോഴ്സ് മെഷർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുമെന്ന ഡിവൈസ് ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. നോക്കിയോ മക്കളെ, തെർമോമീറ്റർ ഉണ്ട്, സ്പ്രിംഗ് ബാലൻസ് ഉണ്ട്, ബാരോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഡെഫിനറ്റ്ലി ഫോഴ്സ് അളക്കാൻ നമുക്ക് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അത് സ്പ്രിംഗ് ബാലൻസ് ആണ്. വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഫോഴ്സ് മെഷർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യം എങ്ങനെയാണ്? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഏത് യൂണിറ്റിലാണ് നമ്മൾ ഫോഴ്സ് മെഷർ ചെയ്യുക? ആ യൂണിറ്റ് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺടാക്ട് ഫോഴ്സ്? നമ്മൾ ഫോഴ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോൺടാക്ട് ഫോഴ്സ് ഉണ്ട്, നോൺ കോൺടാക്ട് ഫോഴ്സ് ഉണ്ട്. കോൺടാക്ട് ഫോഴ്സ് എന്നാൽ ഫോഴ്സ് ആക്ട് ചെയ്യണമെങ്കിൽ രണ്ട് ബോഡീസ് തമ്മിൽ ഒരു ഫിസിക്കൽ ടച്ച് വേണം, ഒരു ഫിസിക്കൽ ഇന്ററാക്ഷൻ വേണം അല്ലേ? അങ്ങനത്തെ ഫോഴ്സ് ആണ് കോൺടാക്ട് ഫോഴ്സ്. സോ എങ്കിൽ ഇതിൽ പറയുന്നതിൽ ആരാണ് കോൺടാക്ട് ഫോഴ്സ്? മാഗ്നറ്റിക് ഫോഴ്സ് ആണോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണോ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആണോ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണോ? ഡെഫിനറ്റ്ലി അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് കോൺടാക്ട് ഫോഴ്സ്. ബാക്കി എല്ലാ ഫോഴ്സും എന്തിനാണ്? നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. അവരുടെ ഇന്ററാക്ഷൻ നടക്കാൻ ഫിസിക്കൽ ടച്ചിന്റെ ആവശ്യം ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. What happens to the force of gravity when distance between two bodies increase? Force of gravity നമുക്കറിയാം എന്താണ്? ഒരു നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ് അല്ലേ? ഈ നോൺ കോൺടാക്ട് ഫോഴ്സ് ആയിട്ടുള്ള ഗ്രാവിറ്റിയിൽ ഡിസ്റ്റൻസ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി F is equal to some constant g into mass of first body into mass of second body divided by distance square of distance between them ആണ്. മക്കളെ തീർച്ചയായിട്ടും ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഇറ്റ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. See you.